28 ഒരു വലിയ പ്രോഗ്രാം എടപ്പാൾ ഗോൾഡൻ അവറിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊന്നാനിയിലെ സ്വകാര്യ മേഖലയിൽ ടൂറിസം നിക്ഷേപ സാധ്യതയും സൊസൈറ്റിയുടെ മേഖലയിലൂടെ നിക്ഷേപം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ സെമിനാർ. ഈ സെമിനാറിൽ വരുന്നത് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലെയും ടൂറിസം മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ദൈവത്തിൻ്റെ സ്വന്തം എന്ന നാട് എന്ന രീതിയിലേക്ക് ടൂറിസത്തിൻ്റെ ഒരു ക്യാപ്ഷൻ വന്നല്ലോ, അതൊക്കെ കേരളത്തിൽ നേടിയെടുക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആൾക്കാരാണ് ഈ സെമിനാറിൽ വരുന്നത്. അതിൽ പിന്നെ ടൂറിസം ഡയറക്ടർമാർ, അതുമാതിരി തന്നെ ടൂർ ഫണ്ടിൻ്റെ സ്ഥാപക ആൾക്കാർ, അതുപോലെ വലിയ രീതിയിൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് മേഖലയിലുള്ള ആൾക്കാർ ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ നോട്ടീസിൽ നിങ്ങൾക്ക് അതിൽ എല്ലാവരും പേര് കാണാം. എല്ലാവരുടെയും അവരുടെയൊക്കെ റിട്ടയർഡ് ചെയ്തിട്ടുള്ള അവർ ഇരുന്ന പോസ്റ്റുകളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. ഇതിൽ നിങ്ങൾ പത്രക്കാരെ എന്ന നിലയ്ക്ക് ഇപ്പോൾ ചെറിയ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് ഈ സെമിനാറിൽ വന്നു കഴിഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വഴിക്ക് എന്തെല്ലാം ലഭ്യമാവും, അതുകൂടാതെ അവരുടെ തനതായിട്ടുള്ള ഫോർമുലകൾ നമുക്ക് ലോകോത്തര ടൂറിസത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റും. അതുവഴിക്ക് ആളുകളെ ആകർഷിക്കാൻ പറ്റും. നല്ല ഭക്ഷണം, നല്ല ചരിത്രമുണ്ട്, നമുക്ക് നല്ല ഭക്ഷണമുണ്ട്, നല്ല സംസ്കാരമുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊന്നാനിയിലുണ്ട്. അത് ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ ഇവിടെ TPC എന്നുള്ളൊരു ടൂറിസം പ്രൊമോഷൻ ക്ലബ്ബുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 600ഓളം യൂട്യൂബർമാർ വർക്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. വലിയ രീതിയിൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്ലബ്ബാണ്. അവർ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടിയാണ് ഈ സെമിനാർ നടത്തുന്നത്. അപ്പോൾ സെമിനാർ വലിയൊരു വാർത്തയായി ചെറുകിട സംരംഭം ഉള്ളവരും വൻകിട സംരംഭം ഉള്ളവരൊക്കെ സെമിനാറിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ ഒരു ടൂറിസം ഗേറ്റ് വേ എന്ന രീതിയിലേക്ക് ഒരു 4 കോടിയോളം വരുന്ന പ്രോജക്റ്റ് ഞങ്ങളിത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ സ്വീകരിക്കുന്നത്. സെമിനാറും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം അവരുടെ മുമ്പിൽ ഈ 4 കോടി രൂപയുടെ പ്രോജക്റ്റ് അവിടെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും. ഇന്നതാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നുണ്ട്, കൺസൾട്ടൻസി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെല്ലാവരും ഈ വാർത്ത, ഈ കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് നിങ്ങളെ സഹായം തേടിയിരിക്കുന്നത്. അതിന് പൊന്നാനി താലൂക്ക് ടൂറിസം സൊസൈറ്റിയുടെ എല്ലാ അതിനെ സഹായിക്കാൻ ആവശ്യമായ രീതിയിൽ എല്ലാവരും പ്രചരണവും നിങ്ങളെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് സൊസൈറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ ഞങ്ങളെ വൈസ് പ്രസിഡന്റ് പ്രവീണുണ്ട്, അതുപോലെ തന്നെ നന്നമുക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള സുമേഷ് ഏട്ടനുണ്ട്, അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അബുജൻ സാറൊക്കെ നല്ല പരിചയമുള്ള ഒരു ടീമാണ് ഇതിലിരിക്കുന്നവരുണ്ട്. സഹകരണ രംഗത്തും ഒക്കെ നല്ല പരിചയം ഉണ്ട് ഇതിലെല്ലാവർക്കും. ഇപ്പോൾ ഹാരിസിനെ പോലെ ചെറുപ്പക്കാരൊക്കെ ഉള്ള ആൾക്കാർ ഇതിൽ ഡയറക്ടർ ബോർഡിലുണ്ട്. ഇതിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഡയറക്ടർ ബോർഡാണ്. ഞങ്ങൾക്കിതിൻ്റെ പ്രചോദനവും വഴികാട്ടിയൊക്കെ നമ്മൾ ടൂർ ഫണ്ട് വഴിക്കുള്ള ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വഴിക്കാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ആൾക്കാരും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആൾക്കാരും വരുന്നുണ്ട് അവർ വഴിക്ക്. അപ്പോൾ എല്ലാവരും വരണം. ബാക്കി ചില കാര്യങ്ങളുണ്ട്, അവർ പ്രവീണും അതുപോലെ തന്നെ സുമേഷ് ഏട്ടനും അബുജൻ സാറൊക്കെ പറയും എന്നുള്ളതാണ് നിർത്തുകയാണ്. പൊന്നാനിയിലെ ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകൾ കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പൊന്നാനി കാണുക, പൊന്നാനി അറിയുക, അതുപോലെ തന്നെ പൊന്നാനിയേക്ക് കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള എല്ലാവരെയും ടൂറിസം കൊണ്ടുവരിക എന്നുള്ളത് പ്രധാന ഉദ്ദേശലക്ഷ്യം. അത് നമ്മൾക്കിവിടെ പ്രകൃതി ഭംഗിയായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കായലും കടലും അതുപോലെ തന്നെ പുഴയും, കൂടാതെ നമ്മുടെ പിൽഗ്രീം ടൂറിസം, ഒട്ടനവധി പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ, ഹിന്ദു ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളൊക്കെ കാണുവാനും ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത് കാണുക, ഒരു ദിവസം കൂടെ 2 ദിവസം കാണുക, വീണ്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പൊന്നാനിയെ കാണാൻ വേണ്ടി വീണ്ടും ചെലവഴിക്കുക. 2-3 ദിവസം പൊന്നാനി കാണാനുണ്ട്. നല്ല രീതിയിലായി ഞങ്ങളൊക്കെ വിശദമായി പഠിച്ചു. നമ്മുടെ ഭക്ഷണം, പൊന്നാനി സംസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ മേഖലയുടെ അറിവ്, നമ്മുടെ എഴുത്തുകാർ. അടുത്ത ദിവസം അത് പറഞ്ഞ നമ്മളെ MLA തന്നെ പറഞ്ഞേ എത്രയോ എഴുത്തുകാരും സാഹിത്യകാരന്മാരുള്ള സ്ഥലം തന്നെ. അതൊക്കെ കണ്ട് അറിയാനും അങ്ങനെയൊക്കെ മനസ്സിലാക്കാനും അറിയാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉള്ള സ്ഥലമാണ് പൊന്നാനി. ഇത് കണ്ട് അറിയുക. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ വെച്ചുള്ള കാര്യം വെച്ചാൽ
ഇതിൽ നമ്മൾ മാത്രം അല്ലെങ്കിൽ ഇത് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ കൊടുക്കാറുള്ളത് 18 വയസ്സായ പൊന്നാനി സ്ഥിരതാമസമുള്ള എല്ലാവർക്കും ഷെയർ കൊടുക്കാൻ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുക. ഷെയർ സമാഹരണം നടക്കുന്നത് ഈ 9-ന് മാത്രം പറയുള്ളൂ. പ്രാരംഭ ഘട്ടത്തിലാണ്. നിങ്ങളിപ്പോൾ ഞാൻ ഈ അടുത്ത ഇടയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്നാലോചിച്ചുണ്ട്. അപ്പൊ ഏറ്റവും നന്നായിട്ട് മുന്നേറാനുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ആണ് ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ആദ്യഘട്ടം എന്നുള്ളതിലേക്ക് 9-ാം തീയതി ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ് നമ്മൾ ചന്ദ്രമോഹൻ ഷൈൻ ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പൊന്നാനി എന്ന് പറഞ്ഞാൽ ശരിക്കും പൊന്നാണ്. അത് നമ്മളാരും അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ മുറ്റത്തെ മുലയ്ക്ക് മണല്ല എന്ന് പറഞ്ഞ മാതിരി അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാത്തതുണ്ട്. പ്രകൃതി രമണീയമാണ്. പ്രകൃതി സൗന്ദര്യം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു നാടാണ്. പ്രകൃതി കൊണ്ടും ഇവിടുത്തെ ഭൂവിഭവങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ കലയും സംസ്കാരവും എല്ലാം കൊണ്ടും വളരെ ധന്യമായിട്ടുള്ള ഒരു ഭൂമിയാണ്. പിന്നെ ഇവിടുത്തെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാര് പല രീതിയിൽ വഴിതെറ്റി പോകുന്നുണ്ട്. അവർക്ക് നമ്മൾ ഈ ടൂറിസം മേഖല വികസിക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് ഇൻകം ജനറേഷനുള്ള പല വഴികളും തുറക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ ഇൻവെസ്റ്റ് അല്ലാതെ ചെറിയ രീതിയിൽ നമ്മൾ വഴി കാട്ടി കൊടുക്കുമ്പോൾ അവരെല്ലാവരും എങ്ങനെ ഇപ്പൊ കർമ്മ റോഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കൊച്ചു ബിസിനസ്സുകാർ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവർ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ടൂറിസം മേഖലയിലും IT മേഖലയിലുമാണ് ഈ നമുക്ക് ഭാവി കിടക്കുന്നത്. നമ്മളെ സാമ്പത്തിക വിദഗ്ധർ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പൊന്നാനി മേഖലയിൽ ഇപ്പൊ മലപ്പുറം DTPC മലപ്പുറം ജില്ലയുടെ മൊത്തം ഉണ്ടെങ്കിലും ഞങ്ങൾ സൊസൈറ്റി പൊന്നാനിയായിട്ട് താലൂക്കിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പൊന്നാനി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ഭക്ഷണ രീതി, നമ്മളെ വസ്ത്ര രീതി, എന്തിനാ നമ്മുടെ സംസാരം പോലും മറ്റ് ഇതുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ടുള്ള പല ഭക്ഷണ വിഭവങ്ങളുണ്ട്. അപ്പൊ അതുപോലെ നമ്മളെ ഹെയർ കട്ടിങ്, നമ്മളെ സ്റ്റൈലുകൾ, നമ്മൾ ഓരോരുത്തരും സ്ത്രീകളുടെ ആണെങ്കിലും വസ്ത്രധാരണ രീതി, ഇതൊക്കെ മറ്റുള്ളവർ പുറമേ നിന്ന് വരുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം അറിയുന്നത്. ആ രീതിയിൽ കാണുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതുവഴി നമ്മളെ നാടിന് അവരെ എല്ലാവരും വരുമ്പോഴും കാണുമ്പോഴും ഉള്ള അവരെ പൈസ ചെലവാക്കുന്നത് നമ്മുടെ നാട്ടിലായിരിക്കും. അങ്ങനെ നമുക്കൊരു വരുമാനം കിട്ടാനുള്ള ഒരു ചെറുപ്പക്കാരാണെങ്കിലും ശരി, വനിതകൾക്കാണെങ്കിലും ശരി, എല്ലാവർക്കും ഇതിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ശരി കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെ ഇവിടെ ഹോം സ്റ്റേകൾ, സത്യം പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെ. നമ്മൾ പറയുന്നത് ഈ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന നാടല്ല പറയുന്നത്. ഒരു നല്ല ഫുഡ്, അതുപോലെ തന്നെ ഫ്രഷ് അപ്പ് സെന്ററുകൾ അങ്ങനെയൊന്നും നമുക്കില്ല. അപ്പൊ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ നമുക്ക് ഈ വക അടിസ്ഥാന സൗകര്യങ്ങൾ കുറെ വികസിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പ്രാധാന്യം കൊടുക്കുക, ഹോം സ്റ്റേകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് കാണാൻ വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുവഴി ആൾക്കാർ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, അവർക്ക് വരുമാനം കിട്ടും. അങ്ങനെ നാടിന്റെ വികസനം അങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിനുണ്ട്. കൂടുതൽ സംസാരിക്കുന്നില്ല ഇതിനെ. അപ്പൊ ഇതിന് വേണ്ട പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പൊന്നാനി താലൂക്ക് ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെ പറ്റിയാണ് ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. പൊന്നാനി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, പൊന്നാനിക്ക് വലിയൊരു ചരിത്രമുണ്ട്, വലിയൊരു പാരമ്പര്യമുണ്ട്. പൊന്നാനിയുടേതായ തനതായ ഒരു സംസ്കാരമാണ്. ഇത് ലോകത്തിന് മുന്നിൽ അറിയിക്കാനുള്ള ഒരു ശ്രമമാണ് പൊന്നാനി താലൂക്ക് ടൂറിസം. ചേച്ചിയാണ്ട് വരും, അപ്പൊ കാണിച്ചിട്ട് മതി. സത്യമായിട്ട് ഒന്ന് നോക്കിയോ കിട്ടോ? കാരണം നമ്മളിപ്പോ ദുബായിൽ പോയാൽ നമ്മളൊരു മസാല ദോശ കഴിച്ചിട്ടുള്ള കാര്യം, ദുബായിൽ പോയിട്ട് മസാല ദോശ കഴിച്ചിട്ട് കാര്യമില്ല. ദുബായിൽ പോയി ദുബായിലെ ഫുഡ് കഴിക്കും. ദുബായിലെ രീതി, ദുബായിലെ ആളുകളുടെ ഭക്ഷണ രീതി എന്താണോ അതാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ പൊന്നാനിയിൽ വരുന്നവർക്ക് പൊന്നാനിയുടെ ഭക്ഷണ രീതി, പൊന്നാനിയുടെ സംസ്കാരം, പൊന്നാനിയുടെ എല്ലാ രീതികളും അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമ്മുടെ പൊന്നാനിയിലുണ്ട്, ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട്. ഈ സൊസൈറ്റി തുടങ്ങാൻ പോകുന്ന പദ്ധതികളിൽ ഒരുപാട് യുവാക്കൾക്ക് യുവതികൾക്കൊക്കെ തൊഴിൽ സാധ്യതകൾ വളരെയധികമാണ്.
ഇപ്പൊ നമ്മൾ ടൂറിസ്റ്റ് വരുമ്പോൾ നമുക്കറിയാം ഹോട്ടലിലൊക്കെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അത് കൊണ്ടുപോകാനും വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ കുറവാണ്. നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ ചുരുക്കിയത് 25-50 ഡ്രൈവർമാരുണ്ടാവും, വണ്ടികളുണ്ടാവും, ഓരോരുത്തരെ കൊണ്ടുവരാനും ഓരോ സ്ഥലം കാണിക്കാനും അങ്ങനെ പല രീതിയിലായിട്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ പൊന്നാനിയിലും ഇതുപോലെ ചങ്ങരംകുളത്ത് അല്ലെങ്കിൽ എടപ്പാടൊക്കെ ഇതുപോലെ ഒരു ഹബ്ബ്, ഒരു ടൂറിസ്റ്റുകൾക്കൊന്ന് താമസിക്കാനും അവരെ പൊന്നാനിയുടെ ഭാഗമായിട്ട് പൊന്നാനിയുടെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുവന്ന് കാണിക്കാനും ഒക്കെ ആളുകൾക്ക് സാധിക്കാൻ അതുപോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ അതിനാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലൂടെ നമ്മൾ ഇത്തരം വലിയ വലിയ പദ്ധതികൾ പൊന്നാനിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സൊസൈറ്റി കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ തുടങ്ങിയ സൊസൈറ്റി ആണെങ്കിലും അതിന്റെ കുറെ വേറെ കാരണം ഇങ്ങനെ വളരെ മന്ദഗതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം. പക്ഷെ ഇപ്പോൾ വളരെ ഊർജ്ജസ്വലമായിട്ടാണ് ഈ സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 9-ാം തീയതി ചങ്ങരംകുളം ഷൈൻ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ഈ സെമിനാർ, ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് പൊന്നാനിയുടെ പ്രിയപ്പെട്ട MLA കെ.ടി. നൗഷാദ് സാറാണ്. അതുപോലെ നമ്മൾ 28-ാം തീയതി ഓഗസ്റ്റ് 28 നമ്മൾ ഈ എടപ്പാൾ വെച്ചിട്ട് ഗോൾഡൻ ടവറിൽ വെച്ചിട്ട് പരിപാടി ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴത്തെ തരംഗം വയലിനിസ്റ്റ് ഗംഗ ശശീന്ദ്രൻ അവരുടെ വയലിൻ പ്രോഗ്രാമും പിന്നെ മുംബൈ എന്ന അനുഗ്രഹീതനായ ഗസൽ പാട്ടുകാരന് ശേഷം നമുക്ക് കിട്ടിയൊരു യുവ പാട്ടുകാരനുണ്ട്, ഷിഹാബ് പാലപ്പെട്ടി. അദ്ദേഹത്തിന്റെ ഗസൽ വിരുന്നുമുണ്ട്. അപ്പൊ ഇത്തരം പരിപാടികൾ അത് ഒരു സെമിനാറോട് കൂടിയാണ് ആ പരിപാടി ഈ എടപ്പാട് വെച്ച് നടത്താൻ പോകുന്നത് ഓഗസ്റ്റ് 28. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ടൂറിസം മിനിസ്റ്ററെ ക്ഷണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കൺഫേമായി ഞങ്ങൾ അറിയിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൊന്നാനി മേഖലയിൽ നമ്മുടെ മലബാറിന്റെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് പൊന്നാനി എന്ന് പറയുന്ന ഒരു ഭാഗം. ഒരിക്കലും കേരള ചരിത്രത്തിലോ ഇന്ത്യൻ ചരിത്രത്തിലോ മാറ്റി നിർത്താൻ പറ്റാത്ത വെളിയാങ്കോട് ഉമ്മർകാസ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറൂബ് അങ്ങനെ ഒരുപാട് സാഹിത്യ സാംസ്കാരിക രംഗത്തേക്ക് വലിയ പാരമ്പര്യമുള്ള പൊന്നാനിയെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ യുവതിയുവാക്കളുടെയും എല്ലാവരുടെയും പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെയൊക്കെ ഒരു വലിയ സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതെല്ലാം ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൊന്നാനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്.